നടി ശ്വേതാ മേനോനെതിരായ കൊച്ചി സ്വദേശിയുടെ പരാതിയിലെ എഫ്ഐആർ സ്റ്റേ ചെയ്തു. കേസെടുക്കാൻ ഉത്തരവിട്ട CJM കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ് വിമർശനം. അമ്മ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം തടയാനുള്ള ഗൂഢനീക്കം എന്നുള്ളതാണ് നടി ശ്വേതാ മേനോൻ പറയുന്ന ഒരു കാര്യം. പിന്തുണയുമായി സിനിമാ ലോകം എത്തുന്നുണ്ട്. നമ്മൾ സൂപ്പർ പ്രൈം ടൈമിൽ നമ്മളോടൊപ്പം അതിഥികളായി ചേർന്നത് ശ്രീ രാഹുൽ ഈശ്വർ, അഭിഭാഷകനാണ്, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ശ്രീ M.A. നിഷാദ് സംവിധായകൻ, ശ്രീ പ്രകാശ് ബാരെ സംവിധായകൻ. ഈ ശ്വേതാ മേനോനെതിരെ പരാതി നൽകിയ മാർട്ടിൻ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇന്നലെ മുതൽ ഈ പരാതി ഉന്നയിച്ചപ്പോൾ മുതൽ മലയാളി പൊതുസമൂഹം വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാകാം അദ്ദേഹം ഇതുവരെ ഈ സമയത്ത് ടെലിഫോൺ എടുക്കുകയോ ഈ ചർച്ചയുടെ പങ്കാളിയാകാൻ തയ്യാറാവുകയോ ചെയ്തിട്ടുമില്ല. ശ്രീ രാഹുൽ ഈശ്വർ, ഈ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതി വായിക്കുന്നത് തന്നെ ഒരു വലിയ പരീക്ഷണമാണ്. അത്രമേൽ അശ്ലീലം കുത്തിനിറച്ച, അത്രമേൽ വിഡ്ഢിത്തങ്ങൾ കുത്തിനിറച്ച നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ കഴിയുന്നത് എന്ന് അത്ഭുതപ്പെടുത്താൻ പോകുന്ന തരത്തിലുള്ളൊരു കലാസൃഷ്ടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് നിയമവ്യവസ്ഥയെ ഇങ്ങനെ നോക്കുകുത്തിയാക്കാൻ, പരിഹസിക്കാൻ ഒരാൾക്ക് നിയമത്തിന്റെ വഴിയിലൂടെ കഴിയുന്നത്? ശരിക്കും ഓരോ മലയാളിയും, പ്രത്യേകിച്ച് ഞാനൊരു പുരുഷ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് ഓരോ പുരുഷനും ഓരോ മനുഷ്യനും ലജ്ജിക്കേണ്ട ഒരു പരാതിയാണ് നമ്മൾ കണ്ടത്. അറപ്പ്, വെറുപ്പ് തുടങ്ങിയ വാക്കുകൾ നിർലോഭം വീണ്ടും വീണ്ടും പ്രയോഗിച്ചിരിക്കുന്നു. പല ലൈനുകളും റെപ്പറ്റീഷനാണ്. വൾഗർ എന്ന വാക്ക് വളരെയധികം പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. രണ്ട്, ഒട്ടും അടിസ്ഥാനമില്ലാത്ത, വസ്തുതയില്ലാത്ത ഒരുപാട് ദുരാരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഉദാഹരണം, ഒരു വലിയ സെക്സ് പ്ലസ് ഡ്രഗ് മാഫിയ നമ്മുടെ ശ്വേതാ മേനോൻ നടത്തുന്നുണ്ട്. രണ്ട്, കുട്ടികളുടെ, ഞാൻ പറയുന്നതുകൊണ്ട് വിഷമം പോക്സോ ആരോപണങ്ങൾ അടക്കൊണ്ട് കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം. കാരണം നമ്മുടെ ആൾക്കാർ അറിഞ്ഞിരിക്കണം നമ്മുടെ ലീഗൽ പ്രോസസ്സിനെ എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യുന്നത്. കുട്ടികളുടെ ജനനേന്ദ്രിയം അടക്കം കാണിച്ചുകൊണ്ട് ശ്വേതാ മേനോന്റെ ഫോൺ നമ്പർ ഇട്ട് ചില പോൺ സൈറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള പച്ച കള്ളങ്ങൾ ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു പെർവേർട്ടഡ് കംപ്ലൈന്റ് ആണ്. അത് ആരെയും മോശമാക്കാൻ പറയുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മാതൃഭൂമിയിൽ നിന്ന് തന്നെ മാർട്ടിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടെന്നാണ്. തീർച്ചയായിട്ടും ഇത്തരക്കാർക്കെതിരെ പരാതി എടുക്കണം. നാളെ ഏതെങ്കിലും പുരുഷൻ സീരിയസ് ആയ കാര്യങ്ങൾക്ക് വേണ്ടി പരാതി ഉന്നയിക്കുമ്പോൾ ഇതേപോലെ ഫ്രിവലസ് ആക്കും. ഞാനൊക്കെ ഉന്നയിക്കുന്ന പരാതികളോ ബാക്കി ആൾക്കാർ ഉന്നയിക്കുന്ന പരാതികളോ ഇത് നമ്മളെ ഒരുതരം കളിയാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും. മാർട്ടിൻ തികച്ചും ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. വളരെ വിഷമത്തോടെ പറയട്ടെ, ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇത് നോൺ ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡോടുകൂടിയാണ് കോടതി എടുത്തത്. കോടതി ഈ പരാതി ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ടെക്നിക്കാലിറ്റി കാണാം, ഇല്ലെന്ന് പറയുന്നില്ല, പരാതി ഒന്ന് വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ചവറ്റുകുട്ടയെ പോലും അറിയില്ല, അപ്പം തന്നെ മാർട്ടിന് കോസ്റ്റ് അടിച്ചു കൊടുക്കേണ്ട അവസരം ഉണ്ടായേനെ. ആ രീതിയിൽ ചെയ്യാതെ ഇത് ചെയ്തത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഇനി ഈ മാർട്ടിനെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി അറിഞ്ഞിരിക്കണം. ലോകാരാധ്യനായ മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് മരിച്ചപ്പോൾ ഇദ്ദേഹം എഴുതിയിരുന്നത്, ഹൂറികളുടെ ഇടയിൽ മാർപ്പാപ്പയ്ക്ക് സ്ഥാനം കിട്ടട്ടെ, ഹമാസിന്റെ വിശുദ്ധൻ മരിച്ചു എന്നാണ്. ഇത്രയും എക്സ്ട്രീമായ ഫ്രിഞ്ചുകളെ കോടതി എന്താ പറയുന്നത്, അക്കോമഡേറ്റ് ചെയ്യരുത്. സീരിയസ് ആയ റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും ഒക്കെ കോടതിക്ക് അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഫാർ റൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുന്ന ആൾക്കാരെ കോടതിയുടെ പ്രോസസ്സ് ഉപയോഗിച്ച്, ഒരു സ്ത്രീയാണ്, അത് 34 വർഷമായി നമ്മുടെ സിനിമാ മേഖലയിൽ നിൽക്കുന്ന, 1991 സാക്ഷാൽ മമ്മൂക്കയുടെ നായികയായി വന്ന് നമുക്കെല്ലാം അറിയുന്ന വ്യത്യസ്ത TV ഷോ, സിനിമ, ആമിർ ഖാനോടൊപ്പം, അജയ് ദേവ്ഗനോടൊപ്പം, അമിതാഭ് ബച്ചനോടൊപ്പം അഭിനയിച്ച കേരളത്തിലെ ഏറ്റവും റെക്കഗ്നിഷൻ കിട്ടിയൊരു നടിയാണ്. അപ്പോൾ അത്രയും മെയിൻ സ്ട്രീം ആക്ട്രസിനെ കരിവാരി തേക്കരുത്. ഇന്ന് ശ്രീ ദേവൻ അടക്കം, അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്നതാണ് ശ്രീ ദേവൻ അടക്കം ശക്തമായി ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. മാധു പറഞ്ഞ അതേ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്, വിഡ്ഢിത്തരങ്ങളാണ്, മണ്ടത്തരങ്ങളാണ്. കേരളീയ പൊതുസമൂഹം ഒരുമിച്ച് നിന്ന് ഇത്തരം ലീഗൽ വിഷയങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന പുഴുക്കുത്തുകളെ മാറ്റി നിർത്തണം. മാർട്ടിൻ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണം, ശിക്ഷയും അനുഭവിക്കണം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഈ പരാതി ശരിയാണ്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, പോലീസ് അതിൽ കേസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ കേസിൽ ആക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നു, അതിൽ ഇദ്ദേഹത്തിന് തൃപ്തികരമായ രീതിയിലോ വേഗത്തിലോ നടപടി ഉണ്ടാകുന്നില്ല, കോടതിയെ സമീപിക്കുന്നു. സ്വാഭാവികമായും എന്തുകൊണ്ട് എന്ന് ചോദിച്ച് കോടതി പോലീസിന് ഇത് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടാവും. സാങ്കേതികാർത്ഥത്തിൽ പോയതായിരിക്കാം, അങ്ങനെ പോകരുത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇത് തിരിച്ചു പോലീസിന്റെ കൈവശമാണല്ലോ വരുന്നത്. ആ സമയത്ത് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന, ഇപ്പോൾ FIR കളഞ്ഞു, എന്നാൽ പോലും ആ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അടക്കമിട്ട് ഈ FIR രജിസ്റ്റർ ചെയ്യാനുള്ള തോന്നൽ അതുകൂടി നമ്മൾ എടുത്തു പറയണമല്ലോ. തീർച്ചയായിട്ടും അതുകൂടെ വിശ്ലേഷല്, നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് അതിന്റെ റെസീപ്റ്റ് വാങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോലീസുകാർ നമ്മളെ വിളിക്കുന്നു, സംസാരിക്കുന്നു, നമ്മൾ എതിർ കക്ഷി വിളിക്കുന്നു, എന്തെങ്കിലും രീതിയിലുള്ള കൺസീലിയേഷൻ ശ്രമം ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട് ചില കേസുകളിൽ.
അല്ലാത്ത കേസുകളിൽ അവിടെ കൃത്യമായ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒഫൻസിന്റെ പുറകെ അതിന്റെ FIR-ഉം അതിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ കറക്റ്റ് സെക്ഷൻ ഏതാണ്? ഞാൻ നിയമ വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ നിയമം പഠിച്ച ആളല്ല, ഒരു ലേമൻ പോയിന്റ് ഓഫ് വ്യൂലാണ്, സാധാരണക്കാരായ മനുഷ്യരാണ്. അപ്പൊ ഞാനൊരു സെക്ഷൻ പറഞ്ഞു, പോലീസ് പഠിപ്പിച്ചിട്ടുണ്ട്, അവരാണ് സെക്ഷൻ ഇടേണ്ടത്. ഇവിടെ നമ്മൾ എഴുതി കൊടുത്ത പരാതി, ഇവിടുത്തെ പരാതിക്കാരൻ എഴുതി കൊടുത്ത പരാതിയിൽ തന്നെ സെക്ഷൻ എഴുതി വെച്ചിരിക്കുന്നു. മാത്രമല്ല അയാൾ കൊടുത്ത പരാതിയിലെ സെക്ഷൻ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു, ആ പോലീസ് സ്റ്റേഷൻ അതിന്റെ യാതൊരുവിധ വിലയും ഇല്ലാതെ തന്നെ അത് അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് ഒരു മറുപടി കൊടുക്കുന്നില്ല. അടുത്തതായിട്ട് അതിന് ഉയർന്ന ഉദ്യോഗസ്ഥനോടണം. അങ്ങനെയാണ് നമ്മുടെ BNSS പറയുന്നത്, മുൻപ് CRPC പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന് കൊടുക്കുന്നു, അവിടെ നിന്നും റെസിപ്റ്റും ഇതിന്റെ കോപ്പിയും, ഇത് രണ്ടും ഈ 4 ഡോക്യുമെന്റ്സ്, പരാതി, റെസീറ്റ്, മേളിൽ ഉദ്യോഗസ്ഥർ കൊടുത്ത പരാതി, ഇതിന്റെ റെസീറ്റ്, ഈ 4 ഡോക്യുമെന്റ്സും പിന്നെ കുറച്ച് ഫോൺ സൈറ്റുകളുടെ വിശേഷങ്ങളും, അതായത് അതിന്റെ URL നമ്പർ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ പരാതിയായിട്ട് പ്രൈവറ്റ് കംപ്ലൈന്റ്, അതായത് സ്വകാര്യ അന്യായമായിട്ട് കോടതിയെ സമീപിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസുകാർ നമുക്ക് വേണ്ടി കേസ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു മാർഗമാണിത് 220. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ മജിസ്ട്രേറ്റ് പഴയ CRPC പോലെയല്ല, BNSS പ്രകാരം മജിസ്ട്രേറ്റ് അവിടെ ഒരു മൈൻഡ് അപ്ലൈ ചെയ്യണം. ആദ്യം തന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ കോഗ്നിസൻസ് എടുക്കുന്നേക്കാൾ മുൻപ് തന്നെ ഇതിൽ എക്യൂസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ കൂടി അവസരം കൊടുക്കാമായിരുന്നു. അതല്ലെങ്കിൽ തന്നെ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട്, ജസ്റ്റ് വായിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ സെക്ഷൻസിൽ നിൽക്കില്ല എന്ന് മനസ്സിലാവുകയും ഇതിനെ അപ്പൊ തന്നെ ഇത് യാതൊരു ക്രമമുള്ള കേസല്ല എന്ന രീതിയിൽ ഇനം പരിഗണിക്കാൻ പറ്റും. അതിന് പകരം ലോഡ്ജ് FIR എന്താ പറയുക, ഇൻവെസ്റ്റിഗേറ്റ് എന്ന രീതിയിലും സ്ഥിരം എഴുതി കൊടുക്കുന്ന ഒരു പരിപാടിയിൽ അതുപോലെ ഇങ്ങനെ എഴുതി കൊടുത്തു കഴിയുമ്പോൾ നേരെ അത് പോലീസുകാർക്ക് എത്തുന്നു. പോലീസുകാർ കോടതിയിൽ നിന്ന് വന്ന കടലാസല്ലേ, പക്ഷെ പോലീസിന് ഒരു ഉത്തരവാദിത്തം ഇയാളെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തണം. ഈ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഇയാൾ പറയുന്ന കാര്യങ്ങളിലെ ഓരോ വസ്തുതകളും എടുത്ത് അത് വസ്തുതകളാണോ, അതിന് എന്താണ് എവിഡൻസ് ഉള്ളത്, ഇയാൾ എന്തൊക്കെയോ ഒരു ജൽപ്പനങ്ങൾ പോലെ പറയുന്ന സംഗതിയാണോ ഇത് എന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ അകത്തേക്ക് ഒരു ഇമ്മോറൽ ട്രാഫിക്കിംഗ്, അതായത് ആ ആക്ട് പ്രകാരം പ്രോസ്റ്റിറ്റ്യൂട്ടായി, ആ വാക്ക് ഞാൻ ലീഗലി ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാൻ നിവൃത്തിയില്ല, പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും അതുപോലെ അവരുടെ അടുത്ത് പോവുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ പിടിക്കുന്ന, അത് സെക്സ് ഒരു വ്യാപാരമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ് അവിടെ അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അതിലാണ് പോലീസ് ഇട്ടിരിക്കുന്ന സെക്ഷൻ. അപ്പൊ അവിടെ പോലും ഒരു ഇൻഡീസന്റ് റെപ്രസെന്റേഷൻ ഓഫ് ഹ്യൂമൻ ആക്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഒബ്സീനിറ്റിയോ എന്തെങ്കിലും കണ്ടിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ആ ആക്ട് അപ്ലൈ ചെയ്യണം. അതിന് പകരം ഒരു മിയർ FIR ഇടുന്ന സമയത്ത് പോലും യാതൊന്നുമില്ലാതെ പരാതിക്കാരൻ എന്തെങ്കിലും ചെയ്തത്, ഇനിയിപ്പോ ഇന്ത്യക്ക് വെളിയിലുള്ള നിയമമാണ് എഴുതി വെച്ചാൽ പോലീസുകാരെ അത് പകർത്തുന്ന എനിക്ക് തോന്നുന്നത്. അത്രമേൽ ഉത്തരവാദിത്തപരമായിട്ടാണ് ഇവിടെ മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും സംഭവം ഉണ്ടായിട്ടുള്ളത്. അൺബിക്കമിങ് ഓഫ് എ ജുഡീഷ്യൽ ഓഫീസറും അൺബിക്കമിങ് ഓഫ് എ പോലീസ് ഓഫീസറാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട് ഈ ജുഡീഷ്യറിയിലെയും പോലീസിലെയും ഇത്തരം പ്രശ്നങ്ങളെ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ, സാധാരണക്കാരായ ജനങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വൻ അവസരം കൂടിയായിട്ടാണ് ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ഇത് പറഞ്ഞത്. ശരി, ഓക്കെ. ഇത് ഇപ്പം നടി ശ്വേതാ മേനോൻ ആണ് എന്നുള്ളത് കൊണ്ട് അവർക്കതിന് ചോദ്യം ചെയ്യാനുള്ള ആർജവമുണ്ട് എന്നുള്ളത് കൊണ്ട്, പൊതുസമൂഹം ഇത്ര പെട്ടെന്ന് അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒക്കെ ഇന്ന് തന്നെ അവർക്കൊരു ആശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവർക്കതിനുള്ള കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട്, ഈ രീതിയിൽ തന്നെയുള്ള പ്രതികാര നടപടികളോ മനുഷ്യവിദ്വേഷമോ കൊണ്ട് ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധന്മാർ ഇതിന് പുറത്തിറങ്ങി പോവുകയാണെങ്കിൽ വളരെ നിസ്സഹായാവസ്ഥയിലുള്ള മനുഷ്യന്മാരാണ് ഇതിൽ പെട്ടുപോകുന്നത് എങ്കിൽ എത്ര വലിയ ദുരന്തത്തിൽ ഇത് കലാശിക്കും എന്നതുകൂടി വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ശ്രീ MA നിഷാദ്, ഇതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ഇവർ മുൻപ് എപ്പോഴോ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ സ്വയം വളരെ ഹോട്ടാണ്, വളരെ സെക്സിയാണ് എന്നതടക്കം വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ ഈ സിനിമകളുടെ സംവിധായകരെയോ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെയോ അതിന് സർട്ടിഫിക്കേഷൻ നൽകിയ സംവിധാനത്തെയോ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. പകരം ഈ ഒരൊറ്റ നായികയെ, ഈ ഒരൊറ്റ നടിയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന പരാതി അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നു ഈ അമ്മ തിരഞ്ഞെടുപ്പുമായി നേരിട്ടൊരു ബന്ധവും ഇല്ല, സിനിമാ സംഘടനയുടെ അധ്യക്ഷയാവാനുള്ള ശ്രമത്തിന് ഒരു ബന്ധവുമില്ല, കാരണം ഞാൻ മാർച്ച് 1 തന്നെ ഈ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ഡിഫൻസ് എന്ന് പറയുന്നത് ഈ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ശ്വേതാ മേനോന്റെ പക്ഷം എന്ന് പറയുന്നത് അങ്ങനെ താനൊരു പദവിയിലേക്ക് വരുന്നതിനെതിരെ ഉണ്ടാകുന്ന ഒരു ഗൂഢാലോചന ഇതിലുണ്ട് എന്നുള്ളതാണ് അവർ സംശയിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ് അത്ര വിരുദ്ധതയുണ്ടാകുന്നത്? ഇപ്പോൾ അവരെ തന്നെ തേടിച്ചെന്ന് അവരുടെ തന്നെ കാര്യങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടാവുന്ന പരമാവധി ലിങ്കുകൾ എടുത്ത് ഏതൊക്കെ വീഡിയോകളുണ്ട് എന്ന് നോക്കി, അങ്ങനെ വ്യക്തിവിരോധമൊന്നുമില്ല ഇയാൾക്ക്,
ഇയാൾക്ക് ശ്വേതാ മേനോനെ അറിയുന്നത് നമ്മളെയൊക്കെ പോലെ അങ്ങേക്കല്ല, സാധാരണക്കാരെ എല്ലാവരെയും പോലെ ഒരു നടി എന്ന നിലയ്ക്കാണ്. പക്ഷെ അവരെ മാത്രം കോർണർ ചെയ്യാൻ, അവരെ മാത്രം ഉപദ്രവിക്കാൻ ഒരാൾ അങ്ങനെ അങ്ങ് ഇറങ്ങി പുറപ്പെടുമോ? മാധു, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ ഇൻറ്റൻഷനലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമ്മൾ കരിയാഹാരം കഴിക്കുന്നവരല്ലേ. ഈ പറയുന്ന ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറഞ്ഞ ആൾ, അയാളുടെ ഒരു ഹിസ്റ്ററി മുഴുവൻ നമ്മളൊന്ന് ഡിഗ് ചെയ്താൽ, ശ്രീ രാഹുൽ ഈശ്വറൊക്കെ പറഞ്ഞതുപോലെ ഡിഗ് ചെയ്താൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയ വിഷയം, ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ പോകുന്നു, അതൊരു വസ്തുതയാണ്. അതിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു അജണ്ട, ഗൂഢ അജണ്ട നടക്കുന്നുണ്ടോ? ആ അജണ്ടയുടെ ഒരു ടൂളാണോ ഈ പറയുന്ന മാർട്ടിൻ മേനാച്ചേരി എന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിലെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്. ഇയാൾ ഈ കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് ആശയും രാഹുലൊക്കെ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ. ഇയാൾ പറയുന്നത് 2 കൊച്ചു കുട്ടികൾ ഈ പോൺ സൈറ്റ് കാണുകയും അവരതിൽ ആകർഷകമായി കണ്ട് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ അയാളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കട്ടെ. ഇത് ഇന്നലെ ആരും ആ ചർച്ച അത്രമായിട്ട് കൊണ്ടുപോയില്ല. ഞാനത് വീണ്ടും കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, അപ്പോൾ ഒരു ഫീൽഡ് ഓഫ് ആക്റ്റാണ്. പോപ്സോ കേസെടുത്ത് ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇയാൾക്കെതിരെ സത്യം പറഞ്ഞാൽ നല്ലൊരു അന്വേഷണം വന്നാൽ ഇതിൻ്റെ പുറകിൽ കളിച്ചിരിക്കുന്ന ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. തീർച്ചയായിട്ടും അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഇത്തരം ആളുകൾ സമൂഹ നന്മയ്ക്കുള്ളവരല്ല, സമൂഹത്തിൽ ഏറ്റവും വലിയ വേസ്റ്റുകളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ശ്വേതാ മേനോനെതിരായിട്ട് ഇയാൾ കൊടുത്തിരിക്കുന്ന കംപ്ലയിൻറ്റിൽ പോലും ഇമ്മോറൽ ട്രാഫിക് സെക്ഷൻ വരെ ഇട്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ സണ്ണി ലിയോനെതിരായിട്ട് ഇയാൾ എന്താ കൊടുക്കാത്ത? അവർ പോൺ സ്റ്റാർ അല്ലായിരുന്നു, അവർ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ, അവർ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ? ഇപ്പോൾ ശ്വേതാ മേനോനെ മാത്രം തിരഞ്ഞു പിടിച്ച് അവർക്കെതിരായിട്ട് പരാതി കൊടുക്കണമെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുന്നു, അവർ വിജയിക്കുമെന്ന് ഏകദേശം ഉറപ്പാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ശ്വേതാ മേനോനെ ടാർണിഷ് ചെയ്യുക എന്നുള്ളൊരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. കുറ്റാരോപിതരായിട്ടുള്ളൊരു മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ശ്വേതയുടെ ബോൾഡായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ വന്നിരുന്നു. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള അജണ്ട എന്നുള്ളത് മലയാളികൾക്ക് പൊതുവേ സിനിമയിലുള്ളവർക്കും പൊതുസമൂഹത്തിനും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കാര്യം ഒരു ആർട്ടിസ്റ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രവണതകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു അജണ്ടയില്ലേ, ഇതിൻ്റെ പിന്നിലൊരു ഗ്രൂപ്പില്ലേ എന്ന് ഞാൻ സംശയിക്കുക. ശ്രീ എം എൻ നിഷാദ്, നമ്മുടെ നാട്ടിൽ സിനിമകൾക്ക് വിവിധ തരത്തിലുള്ള സർട്ടിഫിക്കേഷനുകളുണ്ട്. അത് ഏത് പ്രായത്തിലുള്ള ആളുകൾ എങ്ങനെയുള്ളവർ കാണണം എന്ന നിലയ്ക്ക് അതിന് മാനദണ്ഡങ്ങളുണ്ട്. അതിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന ജനങ്ങളിലേക്ക് എത്തുന്ന സിനിമകൾ എന്ന് പറയുന്നത് ലീഗലാണ്, അത് നിയമവിധേയമാണ്. അതിനുള്ളിലെ ക്ലിപ്പുകൾ ദുരുപയോഗം ചെയ്ത് എങ്ങനെയാണ് ഒരു ഈ പറയുന്ന പോൺ സൈറ്റുകൾ ഉപയോഗിക്കാൻ കഴിയുക? കാരണം അത് ഓൾറെഡി ലൈസൻസ്ഡ് ആണ് എന്ന നിലയ്ക്ക് അതെങ്ങനെ ദുരുപയോഗം ചെയ്യാൻ കഴിയും എന്നുള്ളൊരു പ്രശ്നം. അവിടെ പ്രശ്നമാകുന്നത് ഈ പറയുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇത് കണ്ടു എന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അത് കണ്ടു എങ്കിൽ അത് അവർക്ക് നിയമസഹായം അടക്കം ലഭ്യമാക്കാനുള്ള, ഇദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത് അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, മാധ്യമ പ്രവർത്തകനാണ് എന്നുള്ളതൊക്കെയുള്ള അതിലെ പൊള്ളത്തരങ്ങളൊക്കെ ഏറെക്കുറെ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു, എങ്ങനെയുള്ള ആളാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതിനുള്ള നിയമസഹായം ഉറപ്പുവരുത്തുക. ഇനി അദ്ദേഹം തന്നെ ഈ പരാതിയിൽ പറയുന്നത് ഞാൻ കോടതി പരിസരത്ത് വെച്ചാണ് ഇത് കണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ കോടതി പരിസരത്ത് വെച്ചാണോ കുട്ടികൾ ഇത് ഉപയോഗിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾക്ക് ആ കോടതി പരിസരത്ത് എന്താണ് കാര്യം? അവരേതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് അവിടെ വന്നതാണോ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും തമ്മിൽ ചേരുന്നതേ അല്ല. പക്ഷേ ഇങ്ങനെ ഒരാൾ ഇതൊക്കെ ഉന്നയിക്കാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അതിനയാൾ ഒരു ഇരയെ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ പിൻവലിക്കാനുള്ള അതേ ദിവസമാണ് ഈ പരാതിയുമായി അയാൾ ഈ കോടതിയിലേക്ക് പോകുന്നത്. ഇതൊക്കെ യാദൃശ്ചികമാണെന്ന് വിചാരിക്കാൻ കഴിയുമോ? ഒരിക്കലുമല്ല. ഞാനതുകൊണ്ടല്ല അത് വളരെ കണിശമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഇതൊന്നും യാദൃശ്ചികമല്ല, ഇതിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട്. ഇതിൻ്റെ പുറകിലെ കൈകൾ ആരാണെന്ന്, കറുത്ത കരങ്ങൾ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഇൻഡസ്ട്രിയിലുള്ളവരാണോ പുറത്തുള്ളവരാണോ, എന്തായാലും ഇതിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട്. ഈ അജണ്ട ഇത് നല്ല രീതിയിലൊരു അന്വേഷണം നടന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകൾ ഇനിയും ആവർത്തിക്കപ്പെടും. നിരപരാധികളായി ഒരുപാട് പേര് കൊടുക്കപ്പെടും. അത് ശരിയല്ല. ഇപ്പോൾ താങ്കൾ ഞാൻ പറഞ്ഞതുമായിട്ട് കൂട്ടിച്ചേർത്ത് താങ്കൾ സംസാരിച്ചൊരു വലിയ വിഷയമുണ്ട്. 2 കുട്ടികൾ ഇത് കണ്ട് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഇയാൾ ആ കുട്ടികൾ കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് പ്രത്യേകിച്ച് ഇയാളുടെ ഒരു സാമൂഹിക ബോധം ഉയർന്നത്, ധാർമ്മിക മൂല്യങ്ങൾ ഉയർന്നത്. അങ്ങനെയാണ് ഇയാൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ച് ഇയാളെ കണ്ടു?
ആ കുട്ടികളുടെ ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ എവിടെ വെച്ച് അയാൾ കണ്ടു, എന്തുകൊണ്ട് അങ്ങനെ ഒരു വിഷയം വന്നപ്പോഴത്തേക്കും ഇയാൾ നിയമപരമായി അന്ന് ഇതിനു മുമ്പിൽ വന്നിട്ടില്ല? ഇല്ലെങ്കിൽ ഇയാൾ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളും മാധ്യമപ്രവർത്തകനൊക്കെ ആണെന്നാണല്ലോ വെപ്പ്. എന്തുകൊണ്ട് ശ്വേതാ മേനോനെ പോലൊരാളെ നേരിട്ട് വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല പങ്കുമുണ്ടോ, നിങ്ങളുടെ പേരിൽ ഇങ്ങനൊരു സൈറ്റ് വരുന്നു, ഇതിൽ കുട്ടികൾ കണ്ടത്, അങ്ങനെ പറയാനുള്ളൊരു ബാധ്യതയില്ലേ? ഇയാൾ വലിയ സാമൂഹ്യ പ്രവർത്തകനായിട്ട് പൊതു താല്പര്യ ഹർജിയായിട്ട് പ്രൈവറ്റ് കംപ്ലയിൻ്റാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് അന്വേഷിച്ചാൽ ശ്വേത, എനിക്ക് തോന്നുന്നു നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. കാര്യം ഒരു സ്ത്രീയെ എത്രമാത്രം അപമാനിക്കാവോ അത്രമാത്രം അപമാനിച്ചുകൊണ്ടാണ് ഇയാൾ ഈ കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്മോറൽ ട്രാഫിക് ഉൾപ്പെടെ അവർ ബ്രോതൽ ഹൗസ് നടത്തുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ ആ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്ക് മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്കും അല്ലാത്തവർക്കും എല്ലാം ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇതിൻ്റെ ഒരു നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണം. ഇതിൻ്റെ പുറകിൽ കളിക്കുന്ന ആരാണോ അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിച്ചു കയറുക തന്നെ വേണം. ഇല്ല എങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പം ഞാൻ അതിലേക്ക് വരാം. ശ്രീ പ്രകാശ് ബാരെ, ഞാൻ വളരെ അത്ഭുതപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല. ശരി, അങ്ങ് പൂർത്തിയാക്കൂ. ഡിഫാക്റ്റോ കംപ്ലയിൻറ്റ്, അതായത് വസ്തുതപരമായിട്ടൊരു കാര്യം നോക്കാതെയാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ കാര്യം വിട്ടതെന്നുള്ളൊരു പൊതുവേ ഒരു ജനസംഭാവന. ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും അത് സംഭവം, അതുകൊണ്ടാണ് അത് സ്ക്വാഷ് ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ആശയൊക്കെ പറയുന്നത് പോലെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും കൂടി പഠിച്ച ശേഷം വേണം ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ ഒരു വിധി സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ കോടതിയുടെ വിധിയെ എതിർത്ത് സംസാരിക്കുകയല്ല. ബഹുമാനപ്പെട്ട കോടതിയുടേതായ ഫൈറ്റിങ്സ് ഉണ്ടാവാം. പക്ഷേ ഇത്തരം ആളുകൾ, ഇത്തരം കംപ്ലൈനൻറ്റ്, ഇതുപോലുള്ള ആളുകളെ ശരിക്കും പഠിക്കുക തന്നെ വേണം. അവർ കൊണ്ടുവരുന്ന ഒരു മാറ്റർ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇതുപോലൊരു വിഷയം വരില്ലായിരുന്നു എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ശരി, ഇമ്മോറൽ ട്രാഫിക്കിന് കേരളത്തിലെ ഒരു സ്ത്രീയെ കുറ്റം ചുമത്തപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ആ കുറ്റം ചുമത്തപ്പെടുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു വലിയ ശിക്ഷയാണ്. കാരണം പിന്നീട് ആ എഫ്ഐആറിന് എന്ത് സംഭവിച്ചു എന്നതായിരിക്കില്ല. നാളെ ഒരു പക്ഷേ ഈ പറയുന്ന ആളുകൾ ദുരുപയോഗം ചെയ്യുന്ന ആരോപണം എന്ന് പറയുന്നത് ഇവർക്കെതിരെ പോലീസ് ഇമ്മോറൽ ട്രാഫിക്കിന് ഒരിക്കൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്, ആ കേസിലെ പ്രതിയായിരുന്നു ഇവർ എന്നുള്ളതാണ്. ഇനി ഇതിന്റെ വാദവും ന്യായവും ഒക്കെ അടക്കം പുറത്തേക്ക് വരേണ്ടത് ഇയാൾക്കെതിരായി നൽകപ്പെട്ടിരിക്കുന്ന പരാതി അടക്കം എന്നിരിക്കെ എങ്കിലും ശ്രീ പ്രകാശ് ബാരെ, പക്ഷേ ഈ രീതിയിലുള്ള പ്രതികരണം മതിയോ സിനിമാ മേഖലയിൽ നിന്ന്? അവരിൽ പ്രധാനിയായ ഒരു സ്ത്രീയായ ഇത്രയധികം റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തക്ക വിധത്തിൽ സ്വാധീനമുള്ള ഒരാൾ, അവർക്കെതിരെ ഉന്നയിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും നീചവും നിന്ദ്യവുമായ ആരോപണങ്ങൾ ഒരു ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അവർക്കെതിരെ കേസെടുക്കപ്പെട്ടിരിക്കുകയാണ്. അവരാണ് കോടതിയിൽ പോവുകയും ആ എഫ്ഐആർ റദ്ദാക്കുകയും ചെയ്തത്. അതിനിടയിലുണ്ടായിരുന്ന സമയത്തിൽ ഈ പ്രതിഷേധമോ ഈ തരത്തിലുള്ള പ്രതികരണങ്ങളോ മതിയായിരുന്നോ സിനിമാ മേഖലയിൽ നിന്ന്? മലയാള സിനിമയിൽ പ്രതികരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിറകിലാണെന്ന് നമുക്കറിയാമല്ലോ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തന്നെ എത്ര പേര് പ്രതികരിച്ചിട്ടുണ്ട്, എങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടേബിൾ ചെയ്തപ്പോഴത്തേക്കും അടപടലം രാജിവെച്ച് പോയ AMMയിലേക്ക് 30 വർഷം പ്രായമുള്ള ആ ഓർഗനൈസേഷനിലേക്ക് ആദ്യമായിട്ടൊരു സ്ത്രീ പ്രസിഡന്റ് ആവാൻ സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇന്ന് 7-ാം തീയതി, 15-ാം തീയതിയാണ് ഇലക്ഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു കേസ് പൊട്ടിമുളച്ചതെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവും. അതിൽ ആരെയൊക്കെയാണ് സംശയത്തിൻ്റെ നിഴലിലുള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവർ ചെയ്തിരിക്കുന്ന മണ്ടൻ വേലയാണ്. ഇവർക്കൊരു പണി കൊടുക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. കാരണം ഒരു സ്ത്രീ മുകളിലോട്ട് കയറി വരുമ്പോൾ അവർക്കെതിരെ എപ്പോഴും പുരുഷന്മാർ അല്ലെങ്കിൽ പാട്രിയാർക്കി ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് മൊറാലിറ്റി. അവൾ ആള് ശരിയല്ല, അവൾ പിഴയ എന്ന് പറയുക എന്നുള്ളത് ഈ കടൽക്കിഴവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അതാണ് ഇപ്പോഴും അവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കാര്യം മനസ്സിലായി. ഇത് എത്രമാത്രം ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ച് കീറി ഒട്ടിക്കേണ്ടതായിരുന്നു ഈ മജിസ്ട്രേറ്റിൻ്റെ വിധിയെ. മജിസ്ട്രേറ്റിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വിധിയെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. മണ്ടൻ വിധിയായിരുന്നു. കാരണം ശ്വേതാ മേനോനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ഇതിൻ്റെ വകുപ്പുകൾ ബ്ലൈൻഡായിട്ട്
മരമണ്ടത്തരമായിട്ടാണ് കുറേ വകുപ്പുകൾ എടുത്തിരിക്കുന്നത്. ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിധി അത് ഭൂമി മലയാളം കണ്ടിട്ടാവില്ല ഇത്രയും മോശം ഒരു വേർഡിക്റ്റ്. അതെന്തോ ആയിക്കോട്ടെ. ഇതിൻ്റെ പോസിറ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, കൂടുതൽ വോട്ടോട് കൂടിയിട്ട് ശ്വേതാ മേനോൻ ജയിക്കാൻ, കാരണം എനിക്ക് എൻ്റെ അറിവ് പ്രകാരം 2 കാൻഡിഡേറ്റേ അവിടെയുള്ളൂ, ജയിക്കാനുള്ളൊരു സാധ്യതയാണ്. മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ശ്വേതാ മേനോൻ. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും അനീതിക്കെതിരെയൊക്കെ ശബ്ദമുയർത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കൃത്യമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. 30 വർഷത്തിന് ശേഷം ഈ ഒരു പാട്രിയാർക്കൽ സംഘടനയിൽ ഒരു സ്ത്രീ പ്രസിഡൻ്റായി വരുന്നു. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടേഴ്സ് ഗിൽഡായി AMMA മാറാനുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നു. അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാവും, ഇതുപോലെയുള്ള എറപ്ഷൻസ് ഉണ്ടാവും. വലിയൊരു സങ്കടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു കാമ്പുമില്ലാത്ത ഒരു കേസ് എടുത്തിട്ട്, ഈ കുക്കപ്പ് ചെയ്തൊരു കേസ് എടുത്തിട്ട് കോടതിയെ ഒരു വടിയായിട്ട് ഉപയോഗിക്കാൻ ഈ നാട്ടിൽ ഒരു പ്രശ്നമില്ല. ഇന്നും പഴയതുപോലെ സ്ത്രീയോട് ഇത് കാണിക്കാനുള്ള ഒരു ധൈര്യം ഇന്നും ഇവിടെയുള്ള പാട്രിയാർക്കി കാണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് അർഹിക്കുന്ന അവഗണനയോടെ പുച്ഛത്തോടെ കൂടിയിട്ട് ഈ സമൂഹം വലിച്ചു വാരി ചവറ്റുകുട്ടികളിടണം. ശ്വേതാ മേനോൻ ഈ ഇലക്ഷനിൽ ജയിക്കുമെന്നും അതേപോലെ തന്നെ സാന്ദ്ര തോമസിനും പ്രൊഡ്യൂസർ അസോസിയേഷനിലെ പ്രസിഡന്റായി മത്സരിക്കുന്ന സാന്ദ്ര തോമസിനും ഇതുപോലെയുള്ള ഫൗൾ പ്ലേ നേരിടേണ്ടി വരികയാണ്. അവിടെയും നീതി നടപ്പിലാകും. അവരും പിന്നെ ആ അസോസിയേഷൻ്റെ തലപ്പത്ത് വരും. മലയാളത്തിൽ കുറേയും കൂടെ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു ഡെമോക്രസിയുടെ നാളുകൾ പുലരാൻ പോവുകയാണെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പാണ്. ശരി, ശാരദക്കുട്ടി ടീച്ചർ കുറച്ച് മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച 2 വരികളാണ്. ഭീരുക്കളായ ആണുങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നതാണ് ധീരയായ സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അവർക്കെന്നും ജീവിതം കഠിന യുദ്ധമായിരിക്കും. തോൽക്കാനാവില്ലാത്തതിനാൽ ആ യുദ്ധം അവസാനിപ്പിക്കാനും കഴിയില്ല. പൊരുതുക, മത്സരിക്കുക, കലഹിക്കുക, നിത്യ അസമാധാനികളായി തുടരുക എന്നുള്ളതാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ശരിയാണ്, അങ്ങ് ഈ കേസിൻ്റെ ഈ ഹർജി തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. ഒരു അധികാര കേന്ദ്രത്തിലേക്ക് ഒരു സ്ത്രീ എത്തുന്ന സമയത്തുണ്ടാകുന്ന ആയുധങ്ങൾ എന്ന് പറയുന്നതിനെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഇതുകൊണ്ടാണ് എന്ന്. മാലാ പാർവതി എന്ന ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ബാബുരാജ് ഈ ഇതിൽ നിന്ന് പിന്നാക്കം പോയതിനു ശേഷമാണ് ഈ പരാതികളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തുകൊണ്ട് ഈ പരാതി ഈ സമയം എന്നുള്ളത്. ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന മനുഷ്യൻ സ്വയംഭൂവൊന്നുമല്ലല്ലോ. അയാൾക്ക് പിന്നിൽ ഈ ശ്വേതാ മേനോന് നേരെ നിൽക്കാൻ ആരെങ്കിലും ഒരു പ്രേരണയുണ്ടാവില്ലേ? നമുക്ക് അതിൻ്റെ കോൺസ്പിറസി തിയറീസ് അറിയില്ല. പക്ഷേ 2-3 കാര്യങ്ങൾ നമുക്ക് കൃത്യമായ ക്ലാരിറ്റി വേണം. ഞാൻ അമ്മയുടെ പഴയ ലീഡർഷിപ്പ്, അല്ലെങ്കിൽ സിദ്ദിഖ് സാർ അടക്കമുള്ള ശ്രീ ഇടവേള ബാബു അടക്കമുള്ളവരുടെ ലീഡർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവർക്ക് വേണ്ടി വളരെ വോക്കലായിട്ട് തന്നെ ഞാൻ പല ചാനലിൽ വരുന്നിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാര്യം വരുമ്പോൾ 2 പക്ഷമില്ല. എനിക്ക് മാതൃഭൂമി ചർച്ചയിലെ സന്തോഷമാണ്. ഇത് 2 പക്ഷമുള്ളൊരു കാര്യമല്ല. ദർ ആർ നോ 2 സൈഡ്സ്. കാര്യം ഈ രീതിയിൽ അബ്സല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ ആയ ഒരു കാര്യമാണ് മാർട്ടിൻ എന്ന് പറയുന്ന ഈ വ്യക്തി ചെയ്യുന്നത്. ശ്രീ നിഷാദിന് ഓർമ്മ കാണും, മാർട്ടിൻ ഒരു പേപ്പറിൽ, ഈ ശ്വേതാ മേനോൻ ഒരു പേപ്പറിലെ ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞു. മറ്റൊരു ചാനൽ ഞങ്ങൾ ഇരുന്നപ്പോൾ ഇടിക്കുറ്റി എന്നാണ് ആ പേപ്പറിന്റെ സായാഹ്നപത്രം. ഇടിക്കുറ്റി സായാഹ്നപത്രം 1998 നമുക്ക് വായിക്കേണ്ടതേ നമ്മുടെ മുന്നിലേക്ക് വരികയുള്ളൂ. നമുക്ക് താല്പര്യമുള്ള കണ്ടന്റ് നമ്മുടെ മുന്നിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ്. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് 2 എന്താ പറയണേ, ഇത് ഈ പ്രത്യേകിച്ച് മാധ്യമ ചർച്ചകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാദിക്കാം. പക്ഷെ കോടതിയിലൊക്കെ അത് കൊടുക്കാനുള്ളൊരു ധൈര്യം ഒരാൾക്കുണ്ടെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാണ്. ഇവിടെയാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മയെ കരിവാരത്തേക്ക് എനിക്ക് യോജിപ്പില്ല. അമ്മ എന്ന് തന്നെ വിളിക്കണമെന്ന് AMMA അല്ല, അത് അമ്മ തന്നെയാണെന്ന് വിശ്വസിക്കുകയും അമ്മയെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയുമാണ്. പക്ഷേ അമ്മയിൽ സ്ത്രീകളുടെ ലീഡർഷിപ്പ് വരണം. പ്രത്യേകിച്ച് ശ്വേതാ മേനോനെ പോലെ നാഷണൽ എക്സ്പോഷർ ഉള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായ സ്റ്റെപ്പായിരിക്കും. ചില കാര്യങ്ങളിൽ അപ്രോച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ വിശ്വസിക്കുന്നത് സജി ചെറിയാൻ സാർ പറയുന്നത് പോലെ ഒരു സിനിമാ കോൺക്ലേവിലൂടെ വിഷയം മാറ്റണമെന്നായിരിക്കും. പാർവതി തിരുവോത്തൻ്റെ സുഹൃത്താണ്. പാർവതിയൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് നിലപാടെടുത്ത് അങ്ങനെയല്ല, കോൺക്ലേവ് അല്ല, അതൊരു തരം വെള്ളപൂശലാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ 2 ആണെങ്കിലും അത് സൊല്യൂഷൻ സെൻട്രിക് ആകണമെന്ന് കരുതുന്നവരാണ്. ഒരു പക്ഷേ മാധുവിന് ഓർമ്മ കാണും, ഞാനും മാധുവൊക്കെ എത്രയോ തവണ ഹേമ കമ്മിറ്റിയുടെ പേരിൽ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം ഞാൻ അടക്കം പറഞ്ഞ നിലപാടിലേക്കല്ലേ ഇൻഇഫക്റ്റ് അത് എത്തിച്ചേർന്നത്. അപ്പോൾ അപ്രോച്ചിൽ നമുക്ക് വ്യത്യാസം കാണും. പക്ഷേ ആത്യന്തികമായി എത്തേണ്ട ഒരു സ്ഥലമുണ്ട്. ഈ മാർട്ടിനോ അല്ലെങ്കിൽ മാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നവരോ അതിൻ്റെ ആശയ പരിസരത്ത് എവിടെയുമില്ല. അവരൊരു ഫ്രിഞ്ച് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റുമായി നിന്നതാണ്. ഇതാരെങ്കിലും ചെയ്യിച്ചാണോ എന്നറിയില്ല. വേറെ പേര് പറയാത്തൊരു കാര്യം പറയാം. 1 വർഷം മുമ്പ് മറ്റൊരു സമാനമായ പത്രത്തിലെ ഒരാളെ ശ്വേതാ മേനോന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ആ അറസ്റ്റ് ചെയ്ത
ആളുടെ കൂടെ നിന്നിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നീട് ഇപ്പോൾ അവരന്ന് പരസ്പരം ഉടക്കി, പിന്നീട് തിരിച്ചു വന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളി യൂട്യൂബിൽ ഒരു ചാനൽ നടത്തുന്നുണ്ട്. ശ്വേതാമേനോനെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ് ആ പ്രത്യേക യൂട്യൂബ് ചാനലിൻ്റെ, പണ്ട് മുതലുള്ള ഒരു മാഗസീനാണ്, കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലായി കാണും. അല്ലെങ്കിൽ ആ മാഗസീൻ്റെയും ഇന്ന് യൂട്യൂബ് ചാനലിൻ്റെയും ഒക്കെ ഉടമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നങ്ങനെ പല രീതിയിലും പറയുന്നു. പക്ഷേ നേരത്തെ പ്രകാശ് ഭാരത് സാർ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഞാൻ സദാചാരത്തിലും എത്തിക്സും ഒക്കെ വേണമെന്ന് വാദിക്കുന്ന ഒരു വലതുപക്ഷവാദിയാണ്. പക്ഷേ ഒരു സദാചാര ഗുണ്ടായിസം എന്ന ആംഗിളിലേക്ക് പോരുത്. അതൊരു തരം ടൂളായി എടുത്ത് ഏതെങ്കിലും സ്ത്രീയെ സെക്ഷുവലി വിമർശിക്കുന്ന രീതിയിലും മോശമാക്കുന്ന രീതിയിലും ആവരുത്. ഈ പരാതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കേട്ടറിയാം, ഇത് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഏതൊരു മുജീബ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ്. പുള്ളിക്ക് ഒരു ബേസിക് ഇതിൽ സെൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സെന്റൻസ് തെറ്റാതെ എഴുതാൻ അറിയുമോ എന്ന് പോലും അറിയില്ല. ആ സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ ശരിയല്ല. ഒരു തരം നമ്മൾ അതായത് ഈ കോളേജുകളിൽ ഊമക്കത്ത് എഴുതുമല്ലോ, നമ്മൾ ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു ഊമക്കത്ത് എഴുതി ചില ആൾക്കാരെ അപഹസിക്കാൻ വേണ്ടി നമ്മൾ ചില ക്യാമ്പയിനുകൾ ചെയ്യും. എന്നിട്ട് പറയും, കണ്ടോ അവളെക്കുറിച്ച് പല ഇത്തരം കഥകളും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ താറടിക്കാൻ ശ്രമിക്കില്ലേ? ആ രീതിയിലും ആ ലെവലിലുമാണ് ചെയ്തത്. അവിടെയാണ് നേരത്തെ ശ്രീ നിഷാദ് അടക്കം പറഞ്ഞത്, അല്ലെങ്കിൽ ആശാ മേഡം പറഞ്ഞത്, കോടതികൾ ഇത് നമ്മളെല്ലാം എന്തുകൊണ്ട് സീരിയസ് ആയി ചർച്ചക്കെടുത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് നമ്മൾ ചർച്ച ചെയ്യൂല. കോടതികൾ അതിൻ്റെ പേരിലൊരു FIR രജിസ്റ്റർ ചെയ്യാൻ പറയുമ്പോൾ അത് കുറെ കൂടെ ഗൗരവമുള്ള ഒരു കാര്യമായി മാറും. നേരത്തെ മാധു പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ എന്നെ എന്നൊരു നാഷണൽ മീഡിയ വിളിച്ചിരുന്നു ഈ ചർച്ച. ഞാൻ പറഞ്ഞു നിങ്ങൾ പറ്റുമെങ്കിൽ എടുക്കരുത്, കാരണം നാഷണൽ മീഡിയയിലൊന്നും ഇത്രയും ഡീറ്റെയിൽ ആയി വരില്ല. രണ്ടുപേരെയും ബാലൻസ് ചെയ്യാനായ രണ്ട് പക്ഷത്തും കാര്യങ്ങളുണ്ട്, എന്തോ മെറിറ്റ് ഉണ്ടെന്ന തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇത് അബ്സല്യൂട്ട്ലി ഫ്രിവലസ് ആയ, ഇന്റൻഷൻ റോങ് ആയ, വളരെ മാലിഫിസൻസ് ഉള്ള അല്ലെങ്കിൽ ബാഡ് ഇന്റൻഷൻ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മാർട്ടിനെതിരെ നിയമ നടപടി വേണം. അല്ലെങ്കിൽ നാളെ ഇതേപോലെ പലരും ഈ ലൂപ്പ് ഹോൾ മിസ്യൂസ് ചെയ്യുകയും പല പരാതികളും വരികയും ചെയ്യും. ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് തൽക്കാലം ഈ ഘട്ടത്തിൽ ശ്രീ അരുൺ സാർ പറഞ്ഞ എൻ്റെ വാക്കുകൾ പറയുന്നില്ല എന്നാണ്. ഹൈക്കോടതി കുറച്ചുകൂടെ ശക്തമായ പരാമർശങ്ങൾ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ മജിസ്ട്രേറ്റിനെതിരെ ഒരു പരാമർശം പറയണമെന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ വന്നത്. അടുത്ത ആശ ഉണ്ണിത്താൻ, ഇതിൽ ഉണ്ടായിരിക്കുന്നൊരു നീതിരാഹിത്യം എന്ന് പറയുന്നത് മനസാ വാച അറിയാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടുകയാണ്, പ്രതിയാക്കപ്പെടുകയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഫൈറ്റ് നടത്തുകയാണ്, ഒരു വലിയ മാതൃകയായി മാറാനുള്ള ഒരുക്കത്തിലായിരുന്നു, വലിയൊരു പോരാട്ടത്തിൻ്റെ പാതയിലാണ്. ആ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം, നോമിനേഷൻ പിൻവലിക്കേണ്ട അതേ ദിവസം അവർക്കെതിരെ കോടതിയിൽ വരികയും അവർക്കെതിരെ കേസ് ചുമത്തപ്പെടുകയും ചെയ്യുന്നത് ഇമ്മോറൽ ട്രാഫിക്കിങ്ങിനാണ്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ സിനിമകളിൽ, നമ്മുടെ ഈ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഇടിക്കുറ്റി പോലെയുള്ള സായാഹ്ന പത്രങ്ങളിലൊക്കെ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ദയാദാക്ഷിണ്യമില്ലാത്ത, അവരെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായിരുന്നു ഇത് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത്? ഇപ്പോൾ നല്ലതു പറയേണ്ടതില്ല അല്ലെ, സഹായിക്കേണ്ടതില്ല, പക്ഷെ ഈ വിധം ക്രൂരമായി വേട്ടയാടാതിരിക്കാമല്ലോ. തീർച്ചയായിട്ടും ഇവിടെ ഞാൻ പല സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കോടതി എനിക്ക് പലപ്പോഴും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. എതിർകക്ഷി സ്ത്രീ ആണെങ്കിൽ ഒന്നുകിൽ അവർക്ക് മാനസിക വൈകല്യമുണ്ട്, അല്ലെങ്കിൽ അവര് സ്വഭാവദൂഷ്യമുള്ള ഒരാളാണ്. ഇതാണ് സ്ഥിരമായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു എന്താ പറയുക ആരോപണം വെക്കാറുള്ളത്. അതേ രീതിയിലുള്ള ആരോപണം കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഒരു വലിയ പ്രധാനപ്പെട്ടതെന്നൊക്കെ പറഞ്ഞാൽ പോരാ, ആക്ച്വലി ചരിത്രപരമായി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ടുള്ള കാര്യമാണ്. കാരണം ഹിസ്റ്റോറിക്കലി തന്നെ ഒരു മൈൽ സ്റ്റോൺ ആവാൻ സാധ്യതയുണ്ട്. ഒരു ഇത്രയും സിനിമ ഇൻഡസ്ട്രിയുടെ അകത്തേക്ക് അതിൻ്റെ ഒരു വലിയ നിയന്ത്രണമുള്ള ഈ ഓർഗനൈസേഷന്റെ തലപ്പത്തേക്ക് മത്സരിക്കാനായിട്ട് ഒരു സ്ത്രീ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമാകുന്നു. JK തോൽക്കുന്നതിന്റെ അപ്പുറത്ത് ഒരു രാഷ്ട്രീയം മുന്നോട്ടേക്ക് വെക്കാൻ പറ്റുന്നു. ഇതുവഴി ഇതുവരെ ഉയർത്തിയിട്ടുള്ള എല്ലാ ഇത്തരം രാഷ്ട്രീയങ്ങളെയും ഐക്യവൽക്കരിക്കപ്പെട്ട ആളുകളുടെ എല്ലാ വിഷയങ്ങളെയും മെയിൻസ്ട്രീം ചെയ്യാൻ പറ്റുന്ന ഈ സമയത്ത് അവരെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അവർക്ക് മാനസിക രോഗം എന്ന് പറയണം, അല്ലെങ്കിൽ അവർക്ക് സ്വഭാവദൂഷ്യമുണ്ടെന്ന് പറയണം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനൊരു കൃത്യമായി തന്നെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇങ്ങനൊരു സംഗതി കൊണ്ടുവന്നത്. അപ്പം ഇത് കൊണ്ടുവരുന്നതിന്റെ പുറകില് വളരെ രസകരമായി തന്നെയുള്ള നല്ല വർക്കിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ മാർച്ച് മാസം മുതലല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ ഇലക്ഷൻ വരുമെന്നും അടുത്ത ഇലക്ഷൻ നിൽക്കാം എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഇതിൽ മുൻപുള്ള മീറ്റിങ്ങുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതില് കൃത്യമായൊരു ഒരുക്കമുണ്ടായിട്ടുള്ളത്. പക്ഷെ ഒരുക്കമുണ്ടായ സമയത്തും ഈ കേസ് എടുക്കണമെങ്കിൽ സാധാരണ നിലയിൽ ഇനിയും ജീവിക്കണം, ഈ വക്കീൽ പണി തന്നെ കൊണ്ട് ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില മനുഷ്യരൊന്നും ഇത് തയ്യാറാവില്ല. കാരണം കുറച്ചെങ്കിലും നീതിബോധമുള്ള ആളുകളൊന്നും ഇത് ഡ്രാഫ്റ്റ് ചെയ്യാനും എഴുതാനും ഇതുവഴിയുള്ള കേസോ പൈസയോ നമുക്ക് വേണ്ടാന്ന് പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇത് മര്യാദയ്ക്ക് വരി പോലും, അതായത് അവിടെ വക്കീലിന്റെ പോലും മനസ്സ് അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. ആരോ എങ്ങനെയോ എഴുതി വെച്ച 4 വരികൾ എടുത്ത് കൊടുത്തിട്ട് മജിസ്ട്രേറ്റ് വായിക്കുന്നില്ല, പോലീസുകാരൻ വായിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവും.
അപ്പൊ ഇവിടെയാണ് നമ്മുടെ സിസ്റ്റമിക് ആയിട്ടുള്ള വലിയ വീഴ്ചകളെ നമുക്ക് തുറന്നു കാണിക്കാൻ സാധിച്ചത്. അപ്പൊ ഒരു ഭാഗത്ത് സിസ്റ്റമിക് ആയിട്ടുള്ള വലിയ ഒരു സമരം മുന്നോട്ട് വെക്കുമ്പോൾ സിസ്റ്റമിക് ആ സിസ്റ്റത്തെ തന്നെ മറ്റൊരു ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കാൻ നോക്കുന്ന സമയത്ത്, കാരണം 4 പില്ലേഴ്സിൽ ഒരു പില്ലറാണ് നമ്മുടെ പ്രസ് അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ സിനിമ തുടങ്ങിയ സംഗതികൾ. അപ്പൊ ആ സ്പേസിലേക്ക് ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ രാഷ്ട്രീയം മുന്നോട്ട് വരുമ്പോൾ ഇപ്പുറത്ത് ജുഡീഷ്യറിയെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ത്രീ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ആ വെക്കുന്ന നമ്മളുടെ ആ അരികൾക്കുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നതിന് തകർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇനിയും തിരുത്തപ്പെടാതെ കെടുക്കുന്നത് ജുഡീഷ്യറിയാണ്, ഇനിയും തിരുത്തപ്പെടാതെ കെടുക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ്, ഇനിയും തിരുത്തപ്പെടാതെ കെടുക്കുന്നത് ഇത്തരം കോട്ടയം കൊണ്ടുവരുന്ന ഈ ഫ്യൂഡൽ സ്പേസ് തന്നെയാണ്. ഈ ഫ്യൂഡൽ സ്പേസുകളെ കൃത്യമായി തന്നെ അറ്റാക്ക് ചെയ്യേണ്ടുന്ന, അതായത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയേണ്ടത് തന്നെയാണ്. ഞങ്ങളുടെ ഈ ഗൗൺ ആണെങ്കിലും ഞങ്ങളുടെ യുവർ ലോർഡ്ഷിപ്പ് ആണെങ്കിലും യുവർ ഓണർഷിപ്പ് ഒക്കെ ആണെങ്കിലും ഇതൊക്കെ എടുത്ത് മാറ്റി ഇംഗ്ലണ്ട് പോലെയുള്ള രാജ്യങ്ങളിൽ അവർ തണുപ്പിന് മാത്രം കേന്ദ്രീകരിച്ച് കോട്ടുകളൊക്കെ മാറ്റി അവർ മിസ്റ്റർ ജഡ്ജും മര്യാദയ്ക്കുള്ള വസ്ത്രങ്ങളുമായി സിവിലൈസ്ഡ് വസ്ത്രങ്ങളായി മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോഴും ഈ ഹൈറാർക്കിയും ഈ ഫ്യൂഡൽ കാര്യങ്ങളും ഒക്കെ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹെജിമണിയെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെജിമണി തന്നെ മോശമായി, ഈ സിസ്റ്റം തന്നെ റോട്ടഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുഴുക്കുത്തുകൾ പോലെ വരികയാണ്. അപ്പോ എന്നെ പോലെയുള്ള ആളുകൾ ഇതിനെ കാണുന്നത് ദിസ് ഈസ് ദ ടൈം ടു ടോക്ക് അബൌട്ട് ഇറ്റ്, തിങ്ക് അബൌട്ട് ഇറ്റ്, ഫൈറ്റ് അബൌട്ട് ഇറ്റ് എന്ന് പറയാനാണ്. നിർഭാഗ്യവശാൽ ശ്വേത മുന്നോട്ട് വരുന്ന ഈ സമയത്തായിപ്പോയി ഈ ചർച്ച. പക്ഷേ ശ്വേതയ്ക്ക് ഇത് കൂടുതൽ കരുത്ത് നൽകും. ഈ ഇലക്ഷനിൽ നമ്മൾ ആര് വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഇലക്ഷൻ കേരളം കാണുന്നത് ഒരു കേരളത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടത്തിലെ ഇലക്ഷൻ ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ഓരോരുത്തരും അവിടെ വോട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്നത് ഈ ഇന്ത്യ മറ്റ് ക്രിക്കറ്റിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇന്ത്യ ജയിക്കുന്നു മറ്റൊരു തോൽക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് നമ്മളും ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശ്വേതയുടെ വിജയം അല്ലെങ്കിൽ ശ്വേതയുടെ ഈ ഫൈറ്റ് അല്ലെങ്കിൽ ഇതിലേക്കുള്ള ഈ വരവ് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹ അഭിലാഷങ്ങളുടെ ഭാഗമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. സോ ഈ ഒരു സമയത്ത് ഇത് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റിയത് എന്താണോ ഉർവശി ശാപ ഉപകാരം എന്നതുപോലെ നെഗറ്റീവായിട്ട് പോകേണ്ടുന്ന ഒരു സംഗതിയെ നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതും അത് കൃത്യമായി തന്നെ ചർച്ചയ്ക്ക് എടുക്കാൻ സഹായിച്ച മീഡിയ സുഹൃത്തുക്കളെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമയം മാറ്റിവെച്ച് ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ സംസാരിക്കാൻ തയ്യാറാവുന്നത്. ശരി, ശ്രീ എം എ നിഷാദ്, ഇപ്പൊ ഈ പരാതിയിൽ പറയുന്ന 5ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന കാര്യം കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അടക്കം ചിത്രങ്ങൾ കൊടുത്ത്, ഞാൻ ഈ വാക്കുകളൊന്നും അതേപടിയല്ല കേട്ടോ ആവർത്തിക്കുന്നത്, അതിന്റെ പരിമിതി പ്രേക്ഷകർ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, അങ്ങേക്കത് മനസ്സിലാവുകയും ചെയ്യും. ചിത്രങ്ങൾ കൊടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നതിന് പ്രതി ഫോൺ നമ്പർ സഹിതം ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ്. ഇതിപ്പോൾ അവനവന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു റാക്കറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്ന ഗുരുതര ആരോപണം കൂടിയാണ് ഉന്നയിക്കുന്നത്. ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണമെന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഓരോ സംവിധാനങ്ങളിൽ നിന്ന് ഓരോ സംവിധാനങ്ങളിലേക്ക് അതിന് കൃത്യമായ സമയമെടുത്തിയാൽ പോകുന്നത്. അപ്പോൾ വളരെ വ്യക്തിപരമായി ഈ ആളെ ആക്രമിക്കണമെന്ന ഉദ്ദേശമില്ലാതെ, ആ നിർബന്ധ ബുദ്ധി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ ഇങ്ങനെ ഒരാൾക്ക്? നമുക്ക് എത്ര പേർക്കറിയാം ഈ മാർട്ടിൻ മേനാശ്ശേരി എന്ന് പറയുന്ന ആളെ, ഈ പശ്ചാത്തലമൊക്കെ അറിഞ്ഞത് പിന്നീടാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ആർക്കും നിലവിൽ അറിയാത്ത ഒരാൾ, അദ്ദേഹം അവകാശപ്പെട്ട അദ്ദേഹത്തിന്റെ പൊസിഷനൊക്കെ എങ്ങനെയാണ് എന്നത് നമ്മുടെ മുന്നിൽ പൊളിഞ്ഞു വീണ കാര്യങ്ങളുമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരാളെ കൃത്യമായി കണ്ടെത്തി അയാളെ തന്നെ പിന്തുടർന്ന് അയാളെ തന്നെ വേട്ടയാടാനുള്ള വകുപ്പുകൾ കണ്ടെത്തി ഈ പരാതികൾ ഉന്നയിച്ച് അയാൾ പോലും അറിയാത്ത എന്നാൽ ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെല്ലണമെങ്കിൽ അത്ര നിസ്സാരമായി അതിനെ കാണുന്ന ഒരാളായിരിക്കില്ലല്ലോ. അല്ലല്ലോ, ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇയാൾക്കെതിരെ സമഗ്രമായൊരു അന്വേഷണം വേണം. ഇയാളോടുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ടൊന്നുമല്ല, അത് എനിക്കോ രാഹുലിനോ ഒന്നും ആർക്കും ഞങ്ങൾക്ക് വ്യക്തിപരമായ വിരോധം. പക്ഷേ ഇയാളെ പോലെയുള്ള അപ്സ്റ്റാർട്ടുകൾ ഈ സമൂഹത്തിന് വിപത്താണ്. ആരാണ് ഇതിൻ്റെ പുറകിൽ? ആ പിറകിലുള്ള ആ കരങ്ങളെ പുറത്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. കാര്യം മധു സൂചിപ്പിച്ചതുപോലെ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ, ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ പെരുമാറാവോ, എത്രയും മോശമായ രീതിയിൽ അവരെ ടാർണിഷ് ചെയ്യാവോ, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അയാൾ പലതരം വകുപ്പുകൾക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇയാൾ പിന്നെ ശ്വേതാ മേനോനെതിരായിട്ട് ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോയി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് പോലും അയാൾ വരാത്തത്. ഭയത്തിലാണ്. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ നിങ്ങളോടും മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തോടും പറയുന്നു,
ഇയാൾക്കെതിരെ കേസെടുക്കേണ്ട ഒരു വിഷയം ഇപ്പോഴും നിങ്ങൾ ചർച്ച ചെയ്തില്ല. ആ 2 കുട്ടികൾ, ആ പെൺകുട്ടികൾ അയാളുടെ സാന്നിധ്യത്തിൽ കണ്ടു എന്നാണ് അയാൾ ഇന്നലെ പറഞ്ഞത്. ശ്രദ്ധയിൽപ്പെട്ടതും സാന്നിധ്യവും ഒക്കെ അയാൾ ഉപയോഗിച്ചു. അപ്പോൾ എങ്ങനെ, എവിടെ വെച്ചാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ്, ടൈം ഓഫ് ഒക്കറൻസ്, ഡേറ്റ് ഓഫ് ഒക്കറൻസ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ആക്റ്റിൽ പീഡോഫിലി ആക്റ്റാണ്, അയാൾക്കെതിരെ പോപ്സോ കേസ് എടുക്കണം. അയാൾക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണം. ഈ അന്വേഷണം വരാത്ത പക്ഷം ശ്രീ എം എ നിഷാദ്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് ഈ പരാതി കിട്ടിയ സംവിധാനങ്ങളാണല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ഇത് കണ്ടത് എന്ന് അറിയണമെങ്കിൽ, അയാളോട് ചോദിക്കണമെങ്കിൽ, അതിനനുസരിച്ചുള്ള നിയമ നടപടി എടുക്കണമെങ്കിൽ ഇത് കിട്ടുന്ന പോലീസുകാർക്ക് കൂടെ തോന്നണ്ടേ? കോടതി അത് വായിച്ചില്ല എന്ന് പറയുന്നു. അത് വായിക്കണമെന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ വായിച്ചില്ല. പക്ഷെ പോലീസുകാരൻ വായിച്ചിരിക്കുമല്ലോ. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഹേസ്റ്റി ഡിസിഷൻ എന്താണത്? ഒരു പരാതി കിട്ടിയ ഉടനെ ഇമ്മോറൽ ട്രാഫിക് ഉൾപ്പെടെയുള്ള ഇത് ചുമത്തി അങ്ങോട്ട് പോവുമല്ലേ? അങ്ങനെയല്ലല്ലോ വേണ്ടത്. അയാൾക്കൊരു നീതിബോധം വേണ്ടേ? ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ നിജസ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയത്തില്ലേ? ഇത്രയും മോശമായിട്ടുള്ള ഒരാളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഒട്ടും വസ്തുതാപരമായി ശരിയല്ലാത്ത, എന്നാൽ ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ, ജൽപ്പനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അയാളുടെ ഫ്രസ്ട്രേറ്റഡ് മനസ്സിൻ്റെ പ്രതിഫലനമാണ് ആ പരാതിയിലുണ്ടായിരുന്നത്. ആ പരാതി വായിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ കഴമ്പില്ലാന്ന് ഏതൊരു മനുഷ്യർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പെട്ടെന്ന് തന്നെ വിതിൻ നോ ടൈം അങ്ങ് എടുക്കുക, കേസെടുത്തിട്ട് അങ്ങോട്ട് പുറത്തു വിടുക. ഇത് ശരിയല്ല. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയ ഗൂഢ നീക്കമുണ്ട്. ഇതിൻ്റെ പുറകിലൊരു അജണ്ടയുണ്ട്. ഈ അജണ്ട പുറത്തു കൊണ്ടുവരാൻ നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ്. യാതൊരു സംശയം വേണ്ട, മാർട്ടിൻ ഒറ്റയ്ക്കല്ല. മാർട്ടിൻ്റെ കരങ്ങൾക്ക് ശക്തി നൽകിയത് ആരാണ്? മാർട്ടിന് പുറകിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ആരാണ്? അതാരുമായിക്കോട്ടെ, മുഖം നോക്കാതെ നടപടിയെടുക്കണം. അത് തീർച്ചയായിട്ടും പരാതിയുമായിട്ട് ശ്വേതാമേനോൻ തന്നെ മുന്നോട്ട് പോകണം. കാര്യം അവരാണ് അനുഭവിച്ചിരിക്കുന്നത്. അവർ ആ പരാതിയുമായി മുന്നോട്ട് പോയ ഇതിൻ്റെ നിജസ്ഥിതി, മാർട്ടിൻ്റെ പുറകിൽ ആരാണ്, എന്തിനാണ് തന്നെ സമൂഹ മാധ്യമത്തിൽ ടാർഗറ്റ് ചെയ്യുന്നത്? അവർക്കൊരു കുടുംബമില്ലേ? അവർക്കൊരു മകളില്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാലാകാലങ്ങളിൽ ആ സ്ത്രീ എത്രമാത്രം ട്രോമയിലൂടെയാണ് കടന്നു പോകേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ഒരു വനിതയാണ്. നമ്മുടെ പ്രസിഡൻ്റ് ഒരു വനിതയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഭരിച്ചിരുന്നതും ഒരു വനിതയാണ്. അമ്മ എന്ന താരസംഘടനയിൽ 450 മുതൽ 500 പേരുള്ള അംഗങ്ങളുടെ താരസംഘടനയിൽ ആദ്യമായി ഒരു വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ആർക്കാണ് പൊള്ളുന്നത്? ഇത് സത്യപ്പെട്ട ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? ഇനി അതിൻ്റെ പുറകിലുള്ള ശക്തികൾ ആരാണ്? അത് നമ്മൾ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ഇതാണ് ഈ അവറിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഇന്ന് രാവിലെ ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നടൻ രവീന്ദ്രൻ അടക്കമുള്ളവർ അതിൽ ചില പ്രതികരണങ്ങൾ നടത്തി. വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ നേരത്തെ ശ്രീ പ്രകാശ് ബാരിയോട് ചോദിച്ചതുപോലെ ഇങ്ങനെ ആയിരുന്നില്ല. ഈ കേസോ അതിൻ്റെ പുരോഗതിയോ ഇപ്പോൾ കോടതി ആ FIR റദ്ദ് ചെയ്തതോ തുടങ്ങിയതൊന്നുമല്ല. ആ കേസിൽ FIR അവർക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ സിനിമാ സമൂഹത്തിൽ നിന്ന് ഉണ്ടാവേണ്ട പ്രതികരണം ഇങ്ങനെ ആയിരുന്നില്ല. കാരണം അവർക്കെല്ലാവർക്കും ഇതിൻ്റെ എല്ലാ സാങ്കേതികതയും അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആ സിനിമയിൽ ഒരു ബോൾഡ് സീൻ ഉണ്ടാകുന്നത്, അത് ആരുടെ സൃഷ്ടിയാണ്, എത്രത്തോളം കംഫർട്ടബിൾ ആണെങ്കിലാണ് ഒരു നടി അതിന് തയ്യാറാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കളിമണ്ണ് പോലൊരു സിനിമ മലയാളത്തിൽ സംഭവിക്കാനുള്ള ഒരേ ഒരു കാരണം ശ്വേതാ മേനോൻ അതിന് തയ്യാറായി എന്നുള്ളതാണ്. അത് അതിൻ്റെ സംവിധായകനടക്കം പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വളരെ നിരൂപക പ്രശംസ നേടിയിട്ടുള്ള സിനിമകളിലൂടെയാണ് ഈ പലേരി മാണിക്യം അടക്കമുള്ള സിനിമകൾ. എത്ര ശക്തമായ കഥാപാത്രമാണ് ശ്വേതാ മേനോൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, എത്ര നല്ല അഭിനയ മുഹൂർത്തങ്ങളാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പേരിലാണ് ഇപ്പോൾ ഒരു പോൺ സ്റ്റാർ എന്ന നിലയ്ക്ക് അവരെ അഡ്രസ്സ് ചെയ്യുന്നത്, അധിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം. ശ്രീ പ്രകാശ് ബാരെ, പൊതുജീവിതത്തിലെ സ്ത്രീകൾ, രാഷ്ട്രീയമാകട്ടെ, സിനിമയാകട്ടെ, മാധ്യമ മേഖലയാകട്ടെ, ആരുമാകട്ടെ, അവർ നേരിടേണ്ടി വരുന്നത്, അവരതിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ മുതൽ അവരെ ഏത് സമൂഹത്തിൽ ഏത് ഇടമാണോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഇടത്തിന് പല അവകാശികൾ ഉണ്ടാവുകയാണ്. നിങ്ങൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ പുറകോട്ട് പോകേണ്ടി വരുമെന്ന ഭയത്തിന് അവർ ഇരയാവുകയാണ്. പലതരം ആയുധങ്ങൾക്ക്, നേരെ കാണുന്നതും അല്ലാത്തതുമായ പലതരം ആയുധങ്ങൾക്ക് കൂടി ഇരയാവുകയാണ്. അതിനോടൊക്കെ പൊരുതി ഒരു പൊസിഷനിൽ എത്തി എന്നൊരു സ്ത്രീ വിചാരിക്കുന്ന സമയത്ത് പോലും ഏറ്റവും മോശവും ഏറ്റവും നിന്ദ്യവും ഏറ്റവും മുറിപ്പെടുത്തുന്നതുമായ ആയുധം പിന്നെയും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പാട്രിയാർക്കലായിട്ടുള്ള ഒരു
സൊസൈറ്റിയിൽ നിന്ന് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ നോക്കൂ, അവർ ആൺകുട്ടി പെൺകുട്ടി എന്നില്ല. ഇപ്പം ഈ AMMA എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ പുതിയ കുട്ടികൾ നോക്കൂ, അതിൽ ഫഹദ് ഫാസിലാണെങ്കിലും അല്ലെങ്കിൽ വിനീതാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് ആണെങ്കിലും ഇവരാരും ആ 7 അയലത്തില്ല. അവർ ഈ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസിലോ അല്ലെങ്കിൽ ഇത് അധികാര വടംവലിയിലോ അവരൊന്നും ഇല്ല. മോഹൻലാലും മമ്മൂട്ടിയും നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നടന്മാരായിരുന്നു. അവരുടെ താരത്വത്തെ സൈക്കോ ഫാൻസിയിലൂടെ അവരുടെ കീഴിൽ കുറേ ആൾക്കാർ നിന്നിട്ട് ഈ അധികാരം അവരുടെ കൈയടക്കി വെക്കുന്നതിൻ്റെ അവരാണ് ഈ ഓർഗനൈസേഷൻ ഇങ്ങനെ റൺ ഡൗൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വാക്വം ഉണ്ടായി. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ പഴയ ആൾക്കാർ മുഴുവൻ മാറി നിൽക്കുക എന്നുള്ള ഒരു ഡിസിഷൻ വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന വാക്വമിൽ എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചടക്കാമെന്ന് വിചാരിച്ചിരുന്ന കുറേ ഫ്രിഞ്ച് പ്ലേയേഴ്സ് അവരുടെ കണ്ണിൽ കരടായിട്ടാണ് ശ്വേതാമേനോൻ വരുന്നത്. ശ്വേതാമേനോൻ ഒരു പെർഫെക്റ്റ് ട്രാൻസിഷനാണ് പഴയ ഇതിൻ്റെ അകത്ത് പുതിയ തലമുറയിലേക്ക് ഒരു പ്രൊഫഷണലായിട്ട് റൺ ചെയ്യുന്ന ആക്ടേഴ്സ് ഗിൽഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു നല്ല ട്രാൻസിഷൻ പോയിന്റാണ്. ഷീ ഈസ് ആക്സെപ്റ്റബിൾ ഫോർ എവറിബഡി ഇൻ ദ ഓർഗനൈസേഷൻ ബിക്കോസ് ഷീ ഈസ് സച്ച് എ ബോൾഡ് ആൻഡ് പ്രൊഫഷണൽ പേഴ്സൺ. പക്ഷെ അവരെ ഈ ഇത്ര അടുത്ത് അധികാരത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ അടുത്ത് എത്തി നിൽക്കുമ്പോഴത്തേക്ക് എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നതിനുള്ള പെർവേർട്ടായിട്ടുള്ള ഒരു മൈൻഡാണ് സ്വഭാവഹത്യ അല്ലെങ്കിൽ ക്യാരക്ടർ അസാസിനേഷൻ. പക്ഷെ ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ആരുമാണ് ഇതിന്റെ പുറകിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലോട്ട് എന്താണ്? അത് ഏതെങ്കിലും ആദ്യം പറഞ്ഞു അവർ സിനിമയിൽ ഒബ്സനിറ്റി ആണെന്ന്. അപ്പൊ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാകും അത് സെൻസറൊക്കെ ചെയ്തതല്ലേ, അപ്പം അതിൽ മുറിച്ചു മാറ്റിയ സീൻ കണ്ടു എന്നുള്ളതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഫോൺ നമ്പർ വെച്ചിട്ടുള്ള കുട്ടികളുടെ, കാരണം എങ്ങനെ പോയാലാണ് കോടതിയിൽ അല്ലെങ്കിൽ ലീഗലി ഇതൊരു പ്രശ്നമാവാന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കള്ളങ്ങൾ എഴുതി നിറച്ച ഒരു സാധനമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കോൺകോക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അത് 2 തരത്തിൽ ഇത് ശ്വേതാമേനോന്റെ കാൻഡിഡേച്ചറിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമല്ല, അത് ഇത്രയും പരിഹാസ്യമായ രീതിയിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചെയ്തു എന്നുള്ള ഒരു പേര് ദോഷം കൂടെ ഈ പറയുന്ന ഇതിന്റെ പുറകിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. കാരണം ഈ മാർട്ടിനൊന്നും ഒരു കാര്യമുള്ള കേസല്ല. അയാൾ മണ്ടനാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് സംസാരിച്ചൊക്കെ നോക്കുമ്പോൾ. പക്ഷെ അതിന്റെ പുറകിലുള്ള മണ്ടനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോ ഇതിൽ സ്ത്രീ പുരുഷൻ എന്നതില്ല എന്നൊക്കെ പറയാം വാദത്തിന് വേണ്ടി എന്നിരുന്നാൽ പോലും ഈ പരാതി വരുന്നത് ഇപ്പോൾ നടൻ മോഹൻലാലിന് ഇപ്പോൾ തന്മാത്രയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാ സിനിമകളിലും അതിനപ്പുറത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ആടുജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ കൊണ്ടുപോയി ഇതേ സമാനമായ പരാതി കൊടുക്കാമെന്ന് വിചാരിച്ചോളൂ. ഈ ചിത്രങ്ങളും ഈ ദൃശ്യങ്ങളും എന്നെ മാനസികമായി ബാധിച്ചിട്ടുണ്ട്. 2 കുട്ടികൾ ഇത് കാണുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ സദാചാരപരമായി അതിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ സംവിധാനം ഈ നിലയ്ക്ക് പറയുമോ, അതോ ഇയാൾക്ക് ഭ്രാന്താണ് കൊണ്ട് ചികിത്സിക്കാൻ പറയും? അല്ല, ശരിക്കും ഇയാൾക്ക് ഭ്രാന്താന്ന് ഒരാളെ കുറിച്ച് പറയില്ല, പക്ഷേ ആർക്കും മനോരോഗമാണെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലാണ് ഈ പരാതി വായിച്ചാൽ തോന്നുന്നത്. ഇത് മാത്രമല്ല, ആ എഴുതിയിരിക്കുന്ന അഡ്വക്കേറ്റും ദയവായി ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് എലിമെന്റ്സിനെ അവരൊന്നും എൻകറേജ് ചെയ്യരുത്. അഡ്വക്കേറ്റ് പ്രൊഫഷൻ ഇതുപോലത്തുള്ള ആൾക്കാർക്കല്ല. കുറച്ചു കാലം മുമ്പ് ഈ അബ്ദുൽ കലാമിനെതിരെ കേസെടുക്കുന്ന ഇതുപോലൊരു പരാതി ഒരു അഡ്വക്കേറ്റ് എഴുതി കൊടുത്തിരുന്നു. അതായത് ഒരു പരാതി വെച്ച് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പബ്ലിസിറ്റിയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടാക്കുന്നത് ഇത് വളരെ തെറ്റാണ്. അത് വളരെ മോശം തന്നെയാണ്. പൊതുസമൂഹം എനിക്ക് തോന്നുന്നു 99.99% കേരളവും ഈ വിഷയത്തിൽ ഒന്നാണ്. ജാതിമത രാഷ്ട്രീയ ഭേദവിന് എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് പോലും എതിർവാദം ഉണ്ടെന്ന്. അതിന്റെ കാരണം അത്രമാത്രം ഫ്രിവലസും അത്രമാത്രം തെറ്റായ ഒരു കാര്യമാണ്. 2, ഞാൻ ഒരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ്. പക്ഷേ ഒരു സ്ത്രീ ഏത് സിനിമയിൽ അഭിനയിക്കണമെന്ന് ചൂസ് ചെയ്യാൻ നമുക്ക് റൈറ്റ് ഇല്ല. നമുക്ക് വേണമെങ്കിൽ ആ സിനിമ കാണാതിരിക്കാം. എനിക്ക് അവരുടെ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കാണണ്ട. അതിനപ്പുറം നമുക്ക് എന്താ പറയുന്നത്, അൺലെസ് ഇറ്റ് ഈസ് ടു ഒഫെൻസീവ് ആൻഡ് ടു ഗ്രോസ്, ഏതെങ്കിലും രീതിയിൽ അത്രമാത്രം അതിനെ ഒരു എക്സ്റ്റെൻഡ് ആണ് എല്ലാ കാര്യത്തിലും. ആ എക്സ്റ്റെൻഡ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റെൻഡ് എവിടെയും നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഞാൻ വരയ്ക്കുന്ന എക്സ്റ്റെൻഡ് ആയിരിക്കില്ല ആശാമാഡം വരയ്ക്കുന്നത്, വേറൊരാൾ വേറെ എക്സ്റ്റെൻഡ് ആയിരിക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു മെച്യൂർ സമീപനം എടുക്കാതെ ഒരുതരം എന്താ പറയുന്നത് സദാചാരം എന്ന വാക്കിന് തന്നെ ചീത്ത അർത്ഥം ഉണ്ടാക്കുന്ന സദാചാര ഗുണ്ടായുസവും ബാക്കിയും കാണിക്കുന്നതിന് ഒരു അർത്ഥവുമില്ല. 2, ഒരു കാര്യം കൂടെ അറിയണം, ശ്വേതാ മേനോൻ ഒരു മെയിൻ സ്ട്രീം ആക്ട്രസ് ആണ്. പല ഗ്രഡേഷനുണ്ട്.
എറോട്ടിക്ക, പോൺ അടക്കമുള്ള വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. ഇവരൊന്നും ഒരിക്കലും ആ പോൺ എന്ന വാക്ക് പോലും വിളിക്കാൻ കഴിയാത്ത രീതിയിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന, എന്നാൽ എന്താ പറയുക, ഗ്ലാമറസ് ആയ റോളുകൾ, അങ്ങനെയാണ് ആ വാക്ക്, ബോൾഡ് സീൻസ് ചെയ്യുന്നവർ, ആ രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ മുഖ്യധാര അഭിനേത്രിമാരെ ആ അർത്ഥത്തിൽ സോഫ്റ്റ് പോണെന്നോ പോൺ ആക്ട്രസ് എന്നോ ഒക്കെ വിളിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അതൊരു ചാപ്പകുത്തലാണ്. ആ ചാപ്പകുത്തലിനെതിരെ പൊതുസമൂഹം ജാഗരൂകരായിരിക്കണം. നമ്മൾ ഏത് പാർട്ടിയോ ഏത് പക്ഷമോ, സ്ത്രീപക്ഷമോ പുരുഷമോ ആയാലും കുഴപ്പമില്ല, ഇതൊക്കെ മിനിമം മര്യാദയുടെ കാര്യമാണ്. ആ മിനിമം മര്യാദ ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു, ഇവിടെ ലംഘിക്കപ്പെട്ടു. ശരിയാണ് അങ്ങ് പറഞ്ഞതുപോലെ സിനിമയിൽ വളരെ ശക്തമായ സാന്നിധ്യമുള്ള ഒരാളാണ്. ഇപ്പൊ നമ്മൾ ചില സിനിമകളിൽ അത് ചിലപ്പോൾ നിരൂപക പ്രശംസ നേടിയ പടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വാണിജ്യ താല്പര്യമുള്ള പടങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒറ്റ സീനായിരിക്കും, ഒരു ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടൊരു കേസായിരിക്കും, അതിൽ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും. ഇത് പിന്നീട് ദുരുപയോഗം ചെയ്തു ആ കുട്ടിക്കെതിരെയാണ് ഈ പരാതി പോകുന്നതെങ്കിലോ? അതൊരു വലിയ ഇഷ്യൂ ആണ്. നാളെ ഞാൻ പറഞ്ഞു, വിത്ത് ഡ്യൂ റെസ്പെക്ട്, ലാലേട്ടനെതിരെയോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെതിരെയോ ഏത് രീതിയിലും വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമെങ്കിൽ ഏത് രീതിയിലും വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ നോർത്തിൽ ഷാറൂഖ് ഖാനെതിരെയോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കുറേയൊക്കെ ക്രിയേറ്റീവ് ഫ്രീഡത്തെ, ആർട്ടിസ്റ്റിക് ലിബർട്ടിയെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വരകൾ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ആ ചർച്ച പോലും ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാര്യം അങ്ങനെ ഒരു ഫിലോസോഫിക്കൽ ഡിസ്കഷൻ ആവശ്യം പോലും വിഷയത്തിലില്ല. ഇത് ഒരു പക്ഷേ നേരത്തെ ശ്രീ നിഷാദ് പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും ഉദ്ദേശം കൊണ്ടാകാം. ആശാ മാഡം പറഞ്ഞ പോലെ ചരിത്രപരമായിരിക്കും അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേതാ മേനോൻ വരുന്നത്, അതിനെ തടയാനാകാം. അല്ലെങ്കിൽ പ്രകാശ് പാരെ സാർ പറഞ്ഞതുപോലെ പലപ്പൂർവ്വം ദുരുദ്ദേശ കരിവാരി തേക്കാൻ, അതായത് ഇവരും ആരോപണ വിധേയയാണെന്നൊന്ന് കാണിക്കാൻ, അതായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. മറ്റു പലർക്കെതിരെയും ആരോപണങ്ങളുണ്ടല്ലോ, ആരോപണ വിധേയരായ മാറി നിൽക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ശ്വേതാ മേനോനെതിരെയും ചില ആരോപണങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ. അതൊക്കെ വളരെ മോശമാണ്. അത് നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ്സിനെ മിസ്യൂസ് ചെയ്യുന്നത് വളരെ മോശമാണ്. ഇയാൾക്കെതിരെ നടപടിയെടുത്ത് ഇത്തരക്കാരെ ഡിസ്കറേജ് ചെയ്യണം. സ്ട്രോങ് ആയിട്ടുള്ള നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഭാവിയിലും ഇത്തരം സ്പേസ് ഉണ്ടെന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ എം എ നിഷാദ്, ഇപ്പോൾ ഈ മാർട്ടിൻ മേനാച്ചേരി എന്ത് ആരോപിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ ശരിയായി പറഞ്ഞതുപോലെ അയാൾ നാളെ ഇങ്ങനെ ചെയ്യില്ലേ എന്ന് പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം അങ്ങനെ ഒരു കാര്യം വരുന്നത് എന്നുള്ളതല്ല, അതിന് നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രാബല്യം കിട്ടുകയാണ് അല്ലേ, ഒരു സ്ക്രൂട്ടിനി ഉണ്ടാവാതെ പോവുകയാണ്, അവിടെ ശരിയോ തെറ്റോ എന്നൊരു പരിശോധന ഉണ്ടാവാതെ പോവുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ നീതിരാഹിത്യം എന്ന് പറയുന്നത് ആ കേസ് എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ തുടർച്ചയായി ഇനിയെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായും അതിൽ ശരിയോ തെറ്റോ എന്ന ഒരു സാമാന്യ യുക്തിയിൽ അപ്ലൈ ചെയ്യണമെന്ന് ഈ സംവിധാനങ്ങൾക്ക് തോന്നേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ അദ്ദേഹത്തോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയാണ് ഈ പരാതി കൊടുത്തത് എങ്കിൽ അതിനെ തമാശയായി മാത്രം കാണാൻ കഴിയുന്ന ഒരു സെൻസ് ഉണ്ടാവും ഈ സംവിധാനത്തിന്. പക്ഷേ ഇതൊരു സ്ത്രീക്കെതിരായ പരാതി ആയതുകൊണ്ട് അങ്ങനെയൊന്നും അവിടെ ആപ്ലിക്കബിൾ അല്ലാതായി പോകുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ ആ ഡിഫാക്ടോ ക്ലംപ്ലൈൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്, വസ്തുതാപരമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ ബന്ധപ്പെട്ട സിസ്റ്റം നോക്കണം, അത് യാതൊരു സംശയമില്ല. ഇപ്പോൾ താങ്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീ പരാതിക്കാരാവുമ്പോഴും പുരുഷൻ പരാതിക്കാരനാവുമ്പോഴും ഉള്ള വ്യത്യാസം രണ്ടാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഗ്രസിച്ചിരിക്കുന്ന ജീർണതയാണ്. ഇതിനെതിരെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകളൊക്കെ അതിന് ഭയങ്കര ഒരു പുതിയ ഒരു ഐ ഓപ്പണറായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം പൊതുസമൂഹം പഴയ പോലെയല്ല. സോഷ്യൽ മീഡിയയിലൂടെ ശരിയും തെറ്റും നെല്ലും കതിരും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇപ്പം ജനങ്ങൾക്കുണ്ട്. എല്ലാവരും മാധ്യമ പ്രവർത്തകർ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയല്ല, എല്ലാവരോടും പെരുമാറുക ഇങ്ങനെയല്ല. നമുക്ക് തന്നെ എത്ര അനുഭവങ്ങളുണ്ട് ശ്രീ എം എ നിഷാദ്. സാധാരണഗതിയിൽ ഇതിനെ ധൈര്യപൂർവ്വം പ്രതിരോധിക്കാൻ അവർ തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇത്തരം ചർച്ചകൾ ഉണ്ടാകാതെ ഇരിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ നാളെ മുതലുള്ള മുഴുവൻ ഓൺലൈൻ കണ്ടന്റുകളും തലക്കെട്ടുകളും എന്ന് പറയുന്നത് ഈ പറയുന്ന ഓരോ ആരോപണങ്ങളും വെച്ചിട്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈ ഓൺലൈൻ പുതിയതായിട്ട് ഒരുപാട് കൂണുപോലെ മുളച്ചു വരുന്ന കുറേ ഓൺലൈൻ സംഭവങ്ങളുണ്ട്. അത് സിനിമയിൽ റിവ്യൂസ് ചെയ്യുന്നവരാണെങ്കിലും ശരി, അല്ലാത്തവരാണെങ്കിലും ശരി, ഇവരെയൊക്കെ നിയന്ത്രിക്കണം, യാതൊരു സംശയമുണ്ട്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നുള്ള സാധനം വളരെ കറക്റ്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമ്മുടെ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ആരെ എന്തും പറയാമെന്നുള്ളത് ഏത് രീതിയിൽ വേണമെങ്കിലും വളരെ ബയാസ്ഡായിട്ടും വളരെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു കള്ളം പല ആവർത്തി പറഞ്ഞാൽ സത്യമാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരൊരു അറുതി വരുത്തണം, ഇതിന് നിയമം കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതായത് വെറുതെ ഇരുന്ന് ഓരോന്ന് പറയുകയാണ്, വെറുതെ മനസ്സാ കർമ്മണ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി പറയുക. ഒരു സ്ത്രീയെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഇത്രമാത്രം വസ്ത്രാക്ഷേപം നടത്തുന്നതിന് തുല്യമാണിത്. ഇതിനെതിരെ ശക്തമായ ഒരു പോരാട്ടമാണ് വേണ്ടത്. അതിന് തീർച്ചയായിട്ടും യുവാക്കൾ രംഗത്തിറങ്ങണം. ഈ പറയുന്ന ഒരു പ്രവണതയ്ക്കെതിരെ, സാമൂഹിക തിന്മയ്ക്കെതിരെ
ഇത്തരം അപ്സ്റ്റാർട്ടുകൾക്കെതിരെ. ഒരു മാർട്ടിൻ മേനാച്ചേരിയല്ല, ഒരുപാട് മാർട്ടിൻ മേനാച്ചേരിമാർ പലരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു. രാഹുൽ ഈശ്വരൻ നേരത്തെ തമാശയായിട്ടും ഞാനും ആസ്വദിച്ച ഇടിക്കുറ്റി പോലെയുള്ള കുറേ പത്രങ്ങൾ ഈ സമൂഹത്തിൽ എന്താണ് നൽകുന്നത്, എന്ത് തരം സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പരാതിയിൽ പോലും ഇടിക്കുറ്റി പോലെ ഒരു സായാഹ്ന പത്രത്തിൻ്റെ വരികൾ എടുത്ത് വെച്ചിട്ടാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള മനസ്സുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ വാഷിംഗ് നടത്തിക്കൊണ്ട് കേരളത്തിലെ പല ആളുകളെയും മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതുപോലുള്ള ആളുകൾക്ക് കഴിയുന്നു എന്നുള്ള ദുഃഖകരമായ സത്യമാണ്. സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കണം. ഞാൻ ഒരിക്കലും പോലീസിനെ വെള്ളപൂശുകയല്ല. പോലീസിൻ്റെ ഭാഗത്ത് ഈ കേസിൽ നിരുത്തരവാദപരമായ ഒരു നടപടി ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ശ്രീ പ്രകാശ് ബാരെ, ഇപ്പോൾ അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നതിനിടയിൽ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു വലിയ അന്യായമാണിത്. സിനിമാ സംഘടനകൾക്ക് വലിയ തോതിൽ ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. കാരണം സിനിമ എന്ന കല മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെടുക്കുന്ന എഫേർട്ടിനെ, അതിനുവേണ്ടി പുലർത്തുന്ന ധൈര്യത്തെ ഒക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കള്ളക്കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഉന്നയിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചിരിക്കുന്നത്. പക്ഷെ അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ഒരു മണ്ടൻ ആരോപണമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ളൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. പക്ഷേ ഇപ്പം ശ്വേത വളരെ ബോൾഡായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർക്കിതൊന്നും ഒരു വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷേ ശ്വേതയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള മൂവുകൾ പറ്റും. അതുകൊണ്ട് തന്നെ ശ്വേത ഇതിനെതിരെ കേസ് കൊടുക്കുകയും ഇതിൻ്റെ പിറകിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു കാണിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയുടെ കാര്യം പറയാം. കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയെ മുഴുവൻ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സോഷ്യൽ മീഡിയ. അതിൻ്റെ AI പിന്നെ ഇതിൻ്റെ എഡിറ്ററായിട്ട് നിൽക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഏതൊക്കെ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ആൾക്കാരെ പിന്നെ ഹേറ്റും ഗ്രീഡും ഇതുപോലെയുള്ള പാട്രിയാർക്കിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ വൈറാലിറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് അവിടെ ഉള്ളത്. പക്ഷേ ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജുഡീഷ്യറിയും പോലീസും, അവർ രണ്ടുപേരും വളരെ പാത്തറ്റിക് ആയിട്ട് ഫെയിൽ ചെയ്തു. പക്ഷേ സേവ് ചെയ്തതും ഹൈക്കോടതിയാണ് എന്നുള്ളതാണ് ഒരു സേവിങ് ഗ്രേസ്. ശരി, എന്തായാലും ഈ കേസിനെ ശ്വേതാ മേനോൻ എന്ന നടിക്ക് നേരിടേണ്ടി വന്ന അന്യായത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ ഈ സമൂഹത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢബുദ്ധി ആരുടേതാണ് എങ്കിലും അതുകൂടി നിയമത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനെതിരെ നടപടി വേണം എന്നുള്ളത് സമൂഹത്തിൻ്റെ കൂടി ആവശ്യവുമാണ്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.